പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അമിത നിരക്ക് ഈടാക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് ആവർത്തിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്ത് വന്നു. മൃതദേഹം കൊണ്ടുപോകാനുള്ള ആവശ്യമായി വരുന്ന ചെലവിന്റെ അംഗീകൃത നിരക്കും കോൺസുലേറ്റ് പങ്കുവച്ചു. UAE നിയമപ്രകാരം പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കേണ്ട ചെലവ് വഹിക്കേണ്ടത് തൊഴിൽ ദാതാവോ സ്പോൺസറോ ആണെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി. സ്പോൺസറോ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഇൻഷുറൻസ് പരിരക്ഷയോ ഇല്ലാത്ത പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് കോൺസുലേറ്റ് ICWF-ൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നത്. മരണ സർട്ടിഫിക്കറ്റിന് 110 മുതൽ 140 ദിർഹം വരെ ചെലവ് വരും. എംബാമിങ്ങിന് 1072 ദിർഹമാണ് നിരക്ക്. ആംബുലൻസിന് 220 ദിർഹമാണ് ദുബായിലെ വാടക. മറ്റ് എമിറേറ്റുകളിൽ ഇത് വ്യത്യാസം വരും. ശവപ്പെട്ടിക്ക് 1840 ദിർഹമാണ് നിരക്ക്. എയർ കാർഗോ നിരക്ക് 1800 ദിർഹം മുതൽ 2500 ദിർഹം വരെയാകും. ഈ നിരക്ക് വിമാന കമ്പനി, നാട്ടിലെ എയർപോർട്ട് എന്നിവർക്ക് അനുസരിച്ച് മാറ്റമുണ്ടാകുമെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി. ദുബായിൽ നിന്നും വടക്കൻ എമിറേറ്റുകളിൽ നിന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ കോൺസുലേറ്റ് അംഗീകരിച്ച സംഘടനകളുടെ പട്ടികയും കോൺസുലേറ്റ് പങ്കുവച്ചു. അംഗീകൃത നിരക്കിന് പുറമെ ഈ സംഘടനകൾ നാമമാത്രമായ സർവീസ് ഫീസും ഈടാക്കുമെന്നും കോൺസുലേറ്റ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ മേഖലയിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ കഴിഞ്ഞ നവംബറിൽ കോൺസുലേറ്റ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.